ഈ ബഹിരാകാശത്ത് പോയി വരുന്നവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകാൻ അയ്യോ, സാധ്യത? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നാമത് നമ്മുടെ ഗുരുത്വാകർഷണം കൊണ്ടുണ്ടാകുന്ന, ഇപ്പം നിങ്ങളുടെ തലയിലേക്ക് രക്തം ഓടുന്നത് എങ്ങനെയാണ്? പമ്പ് ചെയ്തിട്ടല്ലേ? പമ്പ് ചെയ്ത് എന്തുകൊണ്ടാണ്? രക്തം തലയുടെ മുകളിലായതുകൊണ്ടല്ലേ. നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ മുകളിലും താഴെ ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നാൽ നിങ്ങളുടെ പാർട്ടിനെല്ലാം കൂടെ തല തെറ്റില്ലേ? ഇല്ലേ? നിങ്ങൾ ഈ ഞാൻ എപ്പോഴും ദിലീപിനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താഴേന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ആകർഷിക്കുന്ന ഭാഗം നമ്മുടെ താഴെ അല്ലേ? താഴെ, അതായത് ഭൂമിയുടെ ആകർഷണം. അപ്പോൾ താഴെ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്? ഭൂമിയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതുകൊണ്ട് അതാണ് നമ്മുടെ താഴെ. അപ്പം മേലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെതിരായ ഭാഗം മേലെ. അത് ഭൂമിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഞാൻ നിൽക്കുമ്പോൾ എന്നെ ആകർഷിക്കുന്നു, ഞാൻ കിടക്കുമ്പോൾ എന്നെ ആകർഷിക്കുന്നു. അതല്ലാത്ത ഭാഗം മേലെയാണ്. ഇതാ താഴെ മേലെ ഇല്ലാത്തൊരു സ്ഥലം, ആരും ആകർഷിക്കുന്നില്ല. ചന്ദ്രനിൽ പോയാൽ സ്ഥിതി ഇതല്ല, അല്ല ചൊവ്വയിൽ പോയാൽ സ്ഥിതി ഇതല്ല. അവിടെ നിങ്ങൾ ആകർഷിക്കുന്നുണ്ട്. ഗുരുത്വാകർഷണം കുറവാണെങ്കിൽ അവിടെയും നിങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഈ എന്താണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്, ഒരു ലിഫ്റ്റ് കയറിയാൽ താഴോട്ട് പോകുന്നതൊക്കെ ഫിസിക്സ് നമ്മൾ പഠിക്കുന്നില്ലേ? സ്ഥിരമായി വീടുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് ഗുരുത്വാകർഷണം ഇല്ല എന്നല്ല പറയുന്നത്, ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നില്ല എന്നാണ്. ഗുരുത്വാകർഷണം ഇല്ലാതാവില്ല എടി, പക്ഷേ അനുഭവപ്പെടുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾ ചോദിച്ച പോലെ രക്തം എങ്ങനെ ഓടുക, ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുക, ഈ മുഖമൊക്കെ ഇങ്ങനെ ഫ്ലഫി ആവുന്ന പറയുന്നത്. കണ്ണിൻ്റെ താഴെയൊക്കെ സുനിത വില്യംസിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? പോയ ഉടനെ ഒരു ബാക്ടീരിയൽ പ്രോബ്ലം ഉണ്ട്, അവിടെ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. കണ്ണിന് പഫി കേസ്, അതൊക്കെ അതിൻ്റെ കൂടെ സാധാരണയുള്ളതാണ്. ഇത് സുനിത വില്യംസ് ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പോകുന്നവർക്കൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ മസിൽ വീക്കാവില്ല. ഇതിൽ 3 മണിക്കൂറൊക്കെ ഉണ്ട്. ഇവര് മറ്റേ മാരത്തോണം ഓടിയില്ലേ അവിടെ അല്ലേ? സുനിത വില്യംസ് മാത്രമേ ഓടിയിട്ടുള്ളൂ. അതെ അതെ. പിന്നെ EV ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് പുറത്ത് കടന്നിട്ട് വന്ന് എനിക്ക് തോന്നുന്നു ലോങ്സ്റ്റ് EV ആക്ടിവിറ്റീസ് സുനിത വില്യംസിനാണ്. സ്ത്രീ അവരാണെന്ന് തോന്നുന്നു ക്രെഡിറ്റ്.